അത് ടെക് ഡ്രിവൺ ആക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു ഫംഗ്ഷൻ എങ്ങനെയാ വെച്ചാല് ഓൾറെഡി നമ്മൾ ഓട്ടോ പൈലറ്റ് മോഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആരും അപ്പൊ ആ ഒരു ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിനു മുമ്പ് ഒരു ചെയ്തിട്ടുണ്ടാവുമല്ലോ. പക്ഷെ പുതിയ സിസ്റ്റത്തേക്ക് വരുന്ന സമയത്ത് ഭയങ്കര ഒരു എന്താ പറയാ ബ്രെയിനിന് ഒരു ഭയങ്കര പണിയായിട്ട് തോന്നും. അതായത് അവർക്ക് ഫീൽ ചെയ്യേണ്ടത് ഇത് സിമ്പിൾ ആവുകയാണെന്നുള്ളത് ഫീൽ ചെയ്യണം. ആക്ച്വലി സിമ്പിൾ ആവാണ്. ഒരു ബിസിനസ് സിസ്റ്റം ടെക് ഡ്രിവൺ ആവുന്ന സമയത്ത് അവർ ചെയ്യുന്ന ടാസ്കുകളൊക്കെ സിമ്പിൾ ആവുന്നതാണ്. പക്ഷെ ഇത് ഫസ്റ്റിൽ കാണുന്ന സമയത്ത് ഇവർക്ക് ഫീൽ ആവേണ്ടതും അങ്ങനെയാണ്, സ്റ്റാഫിന് ഫീൽ ആവേണ്ടതും അത് ഈസി ആയല്ലോ എന്നുള്ള. ഞാൻ മുമ്പ് ചെയ്തതിന് ഇത്രയും പണിയെടുത്തിട്ടാണ് ഈ ഒരു കാര്യം ചെയ്തിരുന്നത്, ഇപ്പോൾ ഇത് വന്നപ്പോൾ ഇത് ഭയങ്കര ഈസി ആയല്ലോ, അല്ലെങ്കിൽ എൻ്റെ തലവേദന കുറഞ്ഞല്ലോ എന്നുള്ളൊരു ഫീല് വരണം. അപ്പോൾ അത് ഫസ്റ്റിൽ തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ഇതിനിപ്പോൾ ഇതും കൂടി ചെയ്യണല്ലോ എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അത് നടക്കൂല. അപ്പോൾ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഓരോ ഫീച്ചേഴ്സ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരിക. അപ്പോൾ ഫസ്റ്റ് ഒരു ഫീച്ചർ കൊണ്ടുവന്നു, ആ ഫീച്ചർ മാത്രം ഇവർ ഇതേപോലെ നമ്മൾ പുതിയ സിസ്റ്റത്തിൽ ചെയ്യുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി എങ്ങനെയാണോ അവിടെ നടക്കുന്നത് അതേ രീതിയിലൂടെ നടന്നോട്ടെ. പിന്നെ അടുത്തൊരു ഫീച്ചർ എടുക്കുന്നു, അതും കൂടി ഇതിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഫേസ് ബൈ ഫേസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാഫിനെ സംബന്ധിച്ച് അതൊരു ഈസി ആയിട്ട് തന്നെ ഒരു അഡാപ്റ്റേഷൻ നടക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പണിയാണ്. ആ ഒരു ലേണിംഗ് കർവ് ഭയങ്കരമായിട്ടുള്ളതുകൊണ്ട് തന്നെ ഇത് ലേണിംഗ് കർവ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലേ നമുക്കത് ഈസി ആയിട്ട് തോന്നുള്ളൂ. അപ്പോൾ ആ സ്റ്റേജ് എത്തുന്നതിന് മുമ്പ് തന്നെ ഇത് ഭയങ്കര ഹാർഡാണെന്ന് പറഞ്ഞിട്ട് അതാണ് ഒരു സൈഡൊക്കെ എടുത്ത് വെക്കും. പിന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാതെ കിടക്കും. നമ്മൾ ചെയ്ത ഒരുപാട് പ്രൊജക്റ്റുകൾ അങ്ങനെ ഉണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ടാവും, കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും, സ്റ്റാഫ് അത് യൂസ് ചെയ്യുന്നുണ്ടാവില്ല. പിന്നെ അത് നമ്മൾ സോഫ്റ്റ്വെയർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇത് നോക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഡിസൈനൊക്കെ ചെയ്യുന്ന സമയത്ത് യൂസർ എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ടൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതിൽ. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്തും ആ ഒരു കാര്യം കൂടി അതിന് നോക്കും, അവർക്ക് സിമ്പിളായി ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ. പിന്നെ നമുക്ക് ഇതിൽ എന്താ ചെയ്യുക, റിവാർഡ് സിസ്റ്റം ഒക്കെ സോഫ്റ്റ്വെയറിൽ തന്നെ കൊണ്ടുവരാം. അപ്പം ഒന്നും വേണ്ട, അവർ ചെയ്യുന്ന ഇന്ന് ചെയ്യാനുള്ള ഒരു 10 ടാസ്കുകളാണെന്ന് കരുതാം. ആ 10 ടാസ്കിലൊരു 5 ടാസ്ക് ആയി കഴിഞ്ഞാൽ തന്നെ അവർ ചെയ്യേണ്ട 50% കാര്യങ്ങൾ കഴിഞ്ഞു എന്നുള്ളത് നമുക്കൊരു പ്രോഗ്രസ് ബാർ പോലെയൊക്കെ നമ്മൾ UIയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യും. അപ്പൊ പിന്നെ അവരൊരു ഇന്ന് ചെയ്യാനുള്ള ഫുൾ കാര്യങ്ങൾ പെട്ടെന്ന് തീർത്തിട്ടൊന്ന് റിലാക്സ് ആവുക എന്നുള്ള മോഡിലേക്ക് ചിന്ത മാറും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ കൂടുതൽ കാര്യങ്ങൾ ടാസ്കുകൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു KPA ഒക്കെ ഉള്ള സിസ്റ്റം നമ്മൾ ഇതിന് മാറ്റി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കൺസോളിഡേറ്റഡ് വ്യൂ ഒക്കെ ഇതിൽ കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അതൊക്കെ നല്ല ഇൻസ്പയർ ചെയ്യും. നമ്മൾ ഗൂഗിൾ പേയിൽ പൈസ അടക്കുമ്പോൾ ഒരു സൗണ്ട് വരുമല്ലോ, അതൊക്കെ സൈക്കോളജിക്കലി മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതേപോലത്തെ സംഭവം പ്രൊഡക്ടിവിറ്റി കൂട്ടാനൊക്കെ നമുക്ക് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരാൻ പറ്റും.